ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 6th സെഷനാണ്. സോ ഇതിന് മുന്നിലുള്ള 5 സെഷൻസ് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാ ഇവിടെ കാണുന്ന ഈ കാർഡിൽ ഞാൻ കൊടുത്തേക്കാം. സോ അത് കാണാത്തവർ ആ 5 സെഷനും കണ്ടിട്ട് ഈ 6ാമത്തെ സെഷനിൽ വന്ന് കാണുക. സോ ഇതിനു മുന്നേ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ചാർജസിനെ കുറിച്ചും ഫീൽഡ്സിനെ കുറിച്ചുമായിരുന്നു കൂടുതലും. ആൻഡ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ പഠിച്ചത് ഒരു ഡൈപോളിനെ കുറിച്ചും ആ ഡൈപോളിൻ്റെ ചുറ്റും ഉള്ള പോയിൻറ്റ്സിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അതിൽ ആക്സിയൽ പോയിൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. സോ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇക്വിറ്റോറിയൽ പോയിൻ്റ് ആണ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ഇക്വിറ്റോറിയൽ പോയിൻ്റ് ഓഫ് ആൻ ഡൈപോൾ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വിറ്റോറിയൽ പോയിന്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ ഇക്വിറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത് ആക്സിയൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് കാണാത്തവർ അഗൈൻ 5th സെഷൻ പോയി കണ്ടിട്ട് വരിക. സോ ആക്സിയൽ എന്ന് പറയുമ്പോൾ അലോങ് ദി ആക്സിസ്. ഓക്കെ, സോ ഡൈപോൾ എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വിച്ച് ആർ സെപ്പറേറ്റഡ് എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെ 2 ചാർജ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സേ ദിസ് ഇസ് പ്ലസ് ക്യൂ, ദിസ് ഇസ് മൈനസ് ക്യൂ. ദേ ആർ അറ്റ് എ വെരി സ്മോൾ സെപ്പറേഷൻ ഓഫ് 2L. ഓക്കെ, ആ 2L പറയാൻ വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. സെൻറ്ററിൽ നിന്നും ഇപ്പുറത്തോട്ട് L ഡിസ്റ്റൻസ്, അപ്പുറത്തോട്ട് L ഡിസ്റ്റൻസ്. ഓക്കെ, സോ 2 സൈഡിലും L വെച്ച് കഴിയുമ്പോൾ ടോട്ടൽ 2L ഡിസ്റ്റൻസിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഇരിക്കുവാണ്. ഈ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിൻ്റെ ഇക്വിറ്റോറിയൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലറിൽ വരുന്ന പോയിന്റ്. ഓക്കെ, സോ സെൻറ്റർ വഴി ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. സെൻറ്റർ O ആണ്. ആ സെൻറ്ററിൽ കൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു ഡോട്ടഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വരിക എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഒരു പോയിന്റ് എടുത്തു. ലെറ്റ്സ് സേ ദാറ്റ് ഇസ് പോയിന്റ് P. ഓക്കെ, പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല ആ പോയിന്റിന്. എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് ഇവിടെ ആവാം, സെൻറ്ററിൽ തന്നെ ആവാം, താഴോട്ടാവാം, എവിടെ വേണമാവാം. ഓക്കെ, സോ ബട്ട് ഈ ഒരു ഇക്വിറ്റോറിയൽ ലൈനിൽ കൂടെ ആയിരിക്കണം ആ പോയിന്റ് എടുക്കുന്നത്. ഇക്വിറ്റോറിയൽ എന്ന് പറയുമ്പോൾ സെൻട്രലിൽ കൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനിലായിരിക്കും നമ്മൾ ആ പോയിന്റ് എടുക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ പോയിന്റ് P എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്നും R ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുത്തേക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് വരും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റിയൽ ലൈഫിൽ മിക്കവാറുമുള്ള സാധനങ്ങളെല്ലാം ഡൈപോളാണ്. ഒരു സിംഗിൾ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആയി റിയൽ ലൈഫിൽ നിൽക്കത്തില്ല. ഫോർ എക്സാമ്പിൾ വാട്ടർ ഒരു ഡൈപോളാണ്. സോ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഡൈപോളാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒന്നിച്ചേ കാണാറുള്ളൂ. ഇൻഡിപെൻഡൻ്റ് അവർക്ക് നിൽക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിലും മിക്കവാറും നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന എല്ലാ സിറ്റുവേഷൻസിലും ഇവ ഒരു ഡൈപോൾ ആയിട്ടാണ് കാണുന്നത്. സോ ആ ഡൈപോളിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ആ പോയിന്റ് എടുത്തു. സോ ആ പോയിന്റ് എടുക്കുമ്പോൾ ഓബ്വിയസ്ലി 2 ചാർജ് ഉണ്ടാകുമ്പോൾ അവയ്ക്ക് 2 ഫീൽഡും ഉണ്ടാവും. ഓക്കെ, സോ ഈ പ്ലസ് ക്യൂ കാരണം ഈ പോയിന്റിൽ ഒരു ഫീൽഡ് ഉണ്ടാവും, ഈ മൈനസ് ക്യൂ കാരണം ഈ പോയിന്റിൽ ഒരു ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ റീസൺ എന്താ? എപ്പോഴും നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അഗൈൻ സെഷൻ 2ലാണ് ആ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ സെഷൻ 2യുടെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് വരിക. സോ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഫോഴ്സ് വരിക അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീൽഡ് വരിക എന്നാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഒരു 4 ചാർജ് ഉണ്ടെങ്കിൽ ഈ 4 ചാർജിൻ്റെയും ഫീൽഡ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കണം. എത്ര ചാർജ് ഉണ്ടോ അത്രയും ചാർജിൻ്റെയും ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് നെറ്റ് ഫീൽഡ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ 2 ചാർജാണുള്ളത്. ആ 2 ചാർജിൻ്റെയും ഫീൽഡ് കണ്ടുപിടിച്ച് എത്ര ഫീൽഡ് വരുമോ ആ ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് ആ ഫീൽഡിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള നെറ്റ് ഫീൽഡ് നമുക്ക് കിട്ടും. ഓക്കെ, സോ പ്ലസ് ക്യൂ കാരണം ലെറ്റ്സ് സേ എയിലുള്ള പോയിന്റ് ആണ് പ്ലസ് ക്യൂ. സോ അത് കാരണം ഒരു EA ഉണ്ടാവും. സെയിം വേ മൈനസ് ക്യൂ കാരണം അത് ബിയിലാണുള്ളത്, ഒരു EB ആ പോയിന്റിലുണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും അവിടുത്തെ ഫീൽഡിലുള്ള ഡയറക്ഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഒരു 1 കൂളം ചാർജ് എടുക്കുക. ആ 1 കൂളം ചാർജ് ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പോയിന്റ് Pയിലെ ഫീൽഡാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, സോ ഒരു പോസിറ്റീവ് 1 കൂളം ചാർജ് Pയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഇതും പോസിറ്റീവ് ചാർജ്, അവിടെ വരുന്നതും പോസിറ്റീവ് ചാർജ് ആകുമ്പോഴത്തേക്കും അവ തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ അവൻ്റെ അടുത്ത് ദൂരെ പോകും എന്നായിരിക്കും പറയുന്നത്, അല്ലേ? ദൂരെ നീക്കാനായിരിക്കും ശ്രമിക്കുന്നത്. സോ ക്യൂ കാരണം പിയിലുണ്ടാകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും, ദൂരെ പോകാനായിരിക്കും പറയുന്നത്. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് വൺ
മൈനസ് ക്യൂ കാരണം സെയിം വേ അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഒരു പോസിറ്റീവ് ടച്ച് ചാർജ് 1 കൂളം ചാർജ് വെച്ചു. സോ 1 കൂളം എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവാണ്, മൈനസ് ക്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഓപ്പോസിറ്റ് ചാർജസ് വന്നു കഴിഞ്ഞാൽ അവ തമ്മിലൊരു അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഈ മൈനസ് ക്യൂവും ഇവിടെ വെക്കുന്ന ടെസ്റ്റ് ചാർജും തമ്മിൽ ഒരു അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മൈനസ് ക്യൂ അവനെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുമായിരിക്കും ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഫീൽഡ് ഈ ബി എന്ന് പറഞ്ഞ ഫീൽഡ് ഇങ്ങോട്ട് വരച്ചത്. ഓക്കെ, സോ ഈ എ അങ്ങോട്ട് വരച്ചു, ഈ ബി ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എയുടെയും ഈ ബിയുടെയും എക്സ്പ്രഷൻ എഴുതാം. ഇലക്ട്രിക് ഫീൽഡിന് എക്സ്പ്രഷൻ ഉണ്ട്, കാണാത്തവർ സെഷൻ നമ്പർ 3 കണ്ടിട്ട് വരിക. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു അവിടെ ഉള്ള ചാർജ്, എത്ര ചാർജ് ആണോ ആ ചാർജ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ആദ്യം എ എടുക്കാം. സോ ഈ എ എത്രയാണെന്ന് നോക്കുമ്പോൾ കെ നമുക്കറിയാം, കെയുടെ വാല്യൂ അറിയാം, കെ എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, സോ കെ ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ചാർജ് എത്രയാണ്? പ്ലസ് ക്യൂ ആണ്. ഓക്കെ, സോ കെ ഇൻറ്റു പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കാം, ഈ ട്രയാങ്കിൾ, ഈ എ ഒ പി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, എ ഒ പി. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം എൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് അറിയാം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അവ തമ്മിൽ തീറ്റയാണ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് പൈത്തഗോറസ് തിയറം വെച്ച് നമുക്ക് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും അവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ്, റൈറ്റ്? സോ ഈ ഹൈപ്പോട്ടിന്യൂസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, അല്ലെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ, എങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്റ്റൻസ് ആണല്ലോ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ പോയിന്റ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ആ ചാർജിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. സോ ആ ഡിസ്റ്റൻസ് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് അവിടെ വരേണ്ടത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷന് വരേണ്ടത്. ഓക്കെ, സോ കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ആ റൂട്ട് ക്യാൻസൽ ആയിപ്പോകും, റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആയിപ്പോകും. ഇനി ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബി, ഈ ബി ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് നോക്കണം. അഗെയിൻ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കെ അഗെയിൻ കെ തന്നെയാണ്, നമുക്ക് കെയുടെ വാല്യൂ അറിയാം, പക്ഷേ കെ എന്ന് തന്നെ എഴുതിയാൽ മതി. ക്യൂ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന ചാർജ് മൈനസ് ക്യൂ അല്ലേ. സോ ക്യൂ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. സോ ഇവിടെ നോക്കുക, ഈ ഡിസ്റ്റൻസും സെയിം തന്നെ ആയിരിക്കും, റൈറ്റ്? ബിക്കോസ് ദിസ് ഇസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. സെയിം ഇതും എൽ തന്നെയാണ്, ഇത് ആർ തന്നെയാണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തന്നെ ആയിരിക്കും. സോ അഗൈൻ കെ ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ തന്നെയാണ്. അതുകൊണ്ട് ഈ ബി എന്ന് പറയുന്നതും ക്യൂ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നായി മാറി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഈ ഡെറിവേഷനൊക്കെ തുടങ്ങുമ്പോൾ വൺസ് അഗൈൻ ഞാൻ പറയുവാണ്, ഈ പടം വരച്ചിട്ട് യു ഹാവ് ടു റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ. സോ ആദ്യം എഴുതുക, കൺസിഡർ എ ഡൈപോൾ വിത്ത് ചാർജസ് Q and minus Q placed at A and B with a distance of separation 2L between them, or distance L from the center of the dipole. Okay, അതിനുശേഷം എഴുതുക, consider a point P on the equatorial line of the dipole such that it is at a R distance from the dipole. ഇത്രയും നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഇൻട്രൊഡക്ഷനായി മാറത്തുള്ളൂ. അതല്ലാതെ വെറുതെ നമ്മൾ എഴുതിയിട്ട് ഈ എക്സ്പ്രഷൻസ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കൊന്നും കിട്ടത്തില്ല. കാരണം യു ആർ ഡിഫൈനിങ് സംതിങ്. അപ്പോൾ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ് അവിടെ നമ്മൾ വരയ്ക്കുന്നതെന്നും എന്താണ് ഓരോ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഇതെല്ലാം ഡിഫൈൻ ചെയ്യുക. എന്താണ് ഇവിടെ വെക്കുന്നത്? ഇവിടെ കാണിക്കുന്ന ഒരു ഡൈപോളാണ്. ആ ഡൈപോളിൽ എ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഓരോ പോയിന്റിലും ക്യൂ ചാർജ്, ഒരു പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും വെച്ചു. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആണ്. ഒരു ഇക്വിറ്റോറിയൽ ലൈൻ ഞാൻ നോക്കുവാണ്. ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ. ആ ഇക്വിറ്റോറിയൽ ലൈനിൽ ഒരു പി പോയിന്റ് കൺസിഡർ ചെയ്തു. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. ഇത്രയും എഴുതിയിട്ട് വേണം നിങ്ങൾ ഈ പ്രൂഫ് കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ നമുക്ക് 2 ഫീൽഡ് ഉണ്ടായി. ഓക്കെ, ആ 2 ഫീൽഡ് ആ പർട്ടിക്കുലർ പോയിന്റിൽ ആക്റ്റീവ് ആണ്. അവയുടെ റിസൾട്ടന്റ് എപ്പോഴും കണ്ടുപിടിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്,
നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ, മൾട്ടിപ്പിൾ വെക്ടേഴ്സ് വെച്ചിട്ടൊരു പ്രോബ്ലം വരുമ്പോൾ എപ്പോഴും ഒരു കല്ലിനെ കെട്ടി വലിക്കുന്ന പോലെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഈ പോയിന്റ് എടുക്കാം, പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാനൊരു സ്റ്റോൺ വെച്ചു, ഒരു കല്ല് വെച്ചു. ആ കല്ലിനെ ഇങ്ങോട്ടും പിടിച്ച് കെട്ടി വലിച്ചു, ഇങ്ങോട്ടും പിടിച്ച് കെട്ടി വലിച്ചു. ഓക്കെ, ഒരു കയറിട്ട് കെട്ടിയിട്ട് അങ്ങോട്ടും വലിച്ചു ഇങ്ങോട്ടും വലിച്ചു, രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ കല്ല് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ശരിയാണോ? സോ എഫക്റ്റീവായി ഞാൻ രണ്ട് സൈഡിലും വലിക്കുവാണെങ്കിൽ കല്ല് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് അവിടുത്തെ റിസൾട്ട്. സോ അതേപോലെ ഇവിടെ രണ്ട് ഫീൽഡുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇ എ, സെക്കൻഡ് വൺ ഇ ബി. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഇവിടെ താഴെ വരച്ചിട്ടുണ്ട്. സോ ഇ എ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് അങ്ങോട്ട് പോവുകയാണ്, അത് ഈ പ്ലസ് ക്യൂ കാരണമുള്ള ഫീൽഡാണ്. ഇ ബി എന്ന് പറഞ്ഞ ഫീൽഡ് താഴോട്ട് പോവുകയാണ്, അത് ഈ മൈനസ് ക്യൂ കാരണമുള്ള ഫീൽഡാണ്. ഓക്കെ, സോ അവയെ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്ത് എനിക്ക് എഫക്റ്റീവായി എത്ര എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, റിസോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവയെ കമ്പോണന്റ് ഫോമിലോട്ട് ആക്കാം. കമ്പോണന്റ് ഫോമിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 11th കണ്ടുപിടിക്കുക. ഞാൻ വളരെ സിമ്പിളായി അല്ലെങ്കിൽ വളരെ ഓവറോളായി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്കൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ഈ ഫീൽഡ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ലെറ്റ്സ് സേ അതൊരു തീറ്റ ആംഗിളിൽ ഇങ്ങോട്ട് നിൽക്കുവാണ്. ഇതിനെനിക്ക് രണ്ട് കമ്പോണൻസ് ആയി തിരിക്കാൻ പറ്റും. അഗെയിൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത്. സോ ഇതൊരു ഹൈപ്പോട്ടിനസ് ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ബേസ് ഉണ്ട്, ഒരു ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്, അല്ലേ? ഒരു ഹൈപ്പോട്ടിനസ് ട്രയാംഗിൾ ഹൈപ്പോട്ടിനസ് ആയി ഞാൻ നോക്കുന്നു. ആ ഹൈപ്പോട്ടിനസിന് ഒരു ബേസ് ഉണ്ട്, ഒരു ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ഓൾറൈറ്റ്, ഇതിന് ഹൈപ്പോട്ടിനസ് HYP എന്ന് ഞാൻ ഇടുവാണ്. ഇതിൻ്റെ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? കോസ് തീറ്റ ഇസ് ഓൾവേസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ്, തീറ്റയുടെ അടുത്തിരിക്കുന്ന സൈഡ്, ഒരു സൈഡ് ഹൈപ്പോട്ടിനസ് ഇരിപ്പുണ്ട്, മറ്റേ സൈഡ് ഏതാ? ബേസ്. ഓക്കെ, അപ്പോൾ ബേസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് HYP. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബേസിനെ എങ്ങനെ എഴുതാം? ഈ ബേസിനെ എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പോട്ടിനസ് ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ബേസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസ് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഞാൻ എന്താ പ്രൂവ് ചെയ്തത്? ഈ സൈഡിൽ ഇതാണ് ഹൈപ്പോട്ടിനസ് എന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അങ്ങോട്ട് പോവാണ്, ഒരു ഹൈപ്പോട്ടിനസ് ഫോഴ്സ് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ബേസ് സൈഡിൽ എത്ര ഫോഴ്സ് ഉണ്ട്, ഈ ഡയറക്ഷനിൽ എത്ര ഫോഴ്സ് ഉണ്ട്, ഈ തറയുടെ ഡയറക്ഷനിൽ എത്ര ഫോഴ്സ് ഉണ്ട് എന്നെനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഹൈപ്പോട്ടിനസിനെ കോസ് തീറ്റയായി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ബേസിലുള്ള ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇതേപോലെ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ തീറ്റയുടെ മറുവശം ഇരിക്കുന്ന സൈഡ്, ഓൾട്ടിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടിനസ് ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ എപ്പോഴും ഒരു ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ ആ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഉള്ള ഫോഴ്സസ് നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. റിസോൾവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, രണ്ടായി തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കല്ലിനെ പിടിച്ച് വലിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് 5 മീറ്റർ വലിച്ചാലും ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 4 എന്ന് വലിക്കുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഒരു ഫോഴ്സിനെ എനിക്ക് രണ്ടായി വെട്ടിമുറിക്കാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് ഫോഴ്സിനെ ഒരുമിച്ചാക്കാൻ പറ്റുന്നു. ഒരു കല്ലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇങ്ങോട്ടും അങ്ങോട്ടും പിടിച്ച് വലിക്കുന്നു. അപ്പോൾ രണ്ട് ഫോഴ്സിനെ ഒരുമിച്ചാക്കി. അതേപോലെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സിനെ രണ്ടായി വെട്ടിമുറിക്കുന്ന കേസസിനെയാണ് നമ്മൾ കമ്പോണന്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു ഹൈപ്പോട്ടിനസ് രീതിയിൽ ഒരു ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് എപ്പോഴും ഹൈപ്പോട്ടിനസ് ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. ഈ എ ഇങ്ങോട്ട് വരുവാണ്, ഈ എ ഇവിടെ തീറ്റ ഉണ്ട്. ഓക്കെ, ഇതിനെ എനിക്ക് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും റിസോൾവ് ചെയ്യണം. ഓക്കെ, ഈ എ ഉണ്ട്, തീറ്റ ആംഗിളാണ്. ഹൊറിസോണ്ടലായി റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എ ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വെർട്ടിക്കലായി ഇവിടെ വരയ്ക്കാം അല്ലെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഞാൻ ഇവിടെ വരയ്ക്കുവാണ്. ഓക്കെ, സോ വെർട്ടിക്കലായി റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ എ സൈൻ തീറ്റ ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഇതിനെ ആദ്യം ഹൊറിസോണ്ടലായി റിസോൾവ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് ഇ എ കോസ് തീറ്റ ആയി.
താഴോട്ട് ഹൊറിസോണ്ടൽ. വെർട്ടിക്കലായി ചെയ്യുമ്പോൾ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ ആണ്, എപ്പോഴും ഓർക്കുക. സോ ഹൊറിസോണ്ടലായി ചെയ്തപ്പോൾ എ കോസ് തീറ്റ കിട്ടി, വെർട്ടിക്കലായി ചെയ്തപ്പോൾ എ സൈൻ തീറ്റ കിട്ടി. ഓക്കെ, സെയിം വേ എനിക്ക് ഈ ബിനെ ചെയ്യാം. ഈ ബിയും അഗെയിൻ തീറ്റ തന്നെയായിരിക്കും അവിടെ ഉള്ള ആംഗിൾ. ഓക്കെ, ഇവിടെ എത്രയാണോ ആംഗിൾ വരുന്നത് അത് തന്നെയായിരിക്കും ഇവിടുത്തെയും ആംഗിൾ, കാരണം ഞാൻ ഹൊറിസോണ്ടലായിട്ടാണ് ആംഗിൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബിനെ എനിക്ക് ഹൊറിസോണ്ടലായി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ബി കോസ് തീറ്റ കമ്പോണൻറ്റ് ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ ഇ ബി കോസ് തീറ്റ കിട്ടി. ഈ ബിനെ വെർട്ടിക്കലായി കമ്പോണൻറ്റ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഇ ബി സൈൻ തീറ്റ ആയി. ഓക്കെ, സോ എനിക്ക് എഫക്റ്റീവായി ഇപ്പോൾ 4 ഫോഴ്സസ് ഉണ്ട്. ഇ എ സൈൻ തീറ്റ, ഇ എ കോസ് തീറ്റ, ഇ ബി കോസ് തീറ്റ, ഇ ബി സൈൻ തീറ്റ. ഓക്കെ, ഇ എയും ഇ ബിയും സെയിം തന്നെയാണ്, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇ ബിയും കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയേ, ഇ എ സൈൻ തീറ്റയും ഇ ബി സൈൻ തീറ്റയും ഒരു സാധനത്തിൽ ഞാൻ അങ്ങോട്ടും 5 ന്യൂട്ടൺ കൊടുക്കുന്നു, ഇങ്ങോട്ടും 5 ന്യൂട്ടൺ കൊടുക്കുന്നു, ആ സാധനത്തിന് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഇ എ സൈൻ തീറ്റയും ഇ ബി സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ സൈൻ കമ്പോണൻസ് വിൽ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ഓക്കെ, ഇനി ഇ എ കോസ് തീറ്റയും ഇ ബി കോസ് തീറ്റയും രണ്ടും ഇങ്ങോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആഡ് ആവും. ഓക്കെ, സോ കോസ് കമ്പോണൻസ് വിൽ ആഡ് അപ്പ്. ഓൾറൈറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇക്വിറ്റോറിയൽ ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സൈൻ കമ്പോണൻസ് വിൽ ക്യാൻസൽ ഔട്ട് ആൻഡ് കോസ് കമ്പോണൻസ് വിൽ ആഡ് അപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നെറ്റായിട്ട് അറിയാം ഇ എ കോസ് തീറ്റയും ഇ എ സൈൻ തീറ്റയും ഇ ബി സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് ഇ എ കോസ് തീറ്റയും ഇ ബി കോസ് തീറ്റയാണ്. ഈ ഇക്വിറ്റോറിയൽ എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഇ എയും ഇ ബിയും സെയിം തന്നെയാണ്, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ അതിനെ ഞാൻ ഇ എന്നെടുത്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്, അപ്പോൾ കോമൺ ആയി ഇ എന്ന് എടുക്കുന്നു. അപ്പോൾ ഇ കോസ് തീറ്റ പ്ലസ് ഇ കോസ് തീറ്റ അല്ലേ, 2e കോസ് തീറ്റ. ഇനി ഇന്റെ വാല്യൂ നമുക്കറിയാം, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ 2 ഇൻറ്റു കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. ഇനി ഈ ട്രയാങ്കിൾ നോക്കുക, ഈ ട്രയാങ്കിൾ നോക്കിയാൽ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ ഇവിടെ ഉണ്ട്. ഓക്കെ, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് തീറ്റയ്ക്ക് അടുത്തിരിക്കുന്ന സൈഡ്, ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ മറ്റ് തീറ്റയ്ക്ക് അടുത്തിരിക്കുന്ന സൈഡ് എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ് അവിടുത്തെ കോസ് തീറ്റ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വിറ്റോറിയലിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാമോ? ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചു. ഓൾറൈറ്റ്, കോസ് തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. സോ ഈ ഇക്വിറ്റോറിയൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഓക്കെ, സോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ, ആദ്യം ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ, പിന്നെ ഇവിടെ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. സോ അത് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 ഇൻറ്റു എൽ, കെ ക്യൂ ഇൻറ്റു എൽ. ഓക്കെ, കെ ക്യൂ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ഇനി 2 ഇൻറ്റു ക്യൂ എൽ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഇൻറ്റു ക്യൂ എൽ, ക്യൂ ഇൻറ്റു ഡിസ്റ്റൻസ്, ചാർജ് ഇൻറ്റു അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നു. ഡൈപോൾ എപ്പോഴും പറയുമ്പോൾ ഡൈപോളിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ചാർജ് ഇൻറ്റു അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് തന്നെയാണ് ഡൈപോൾ മൊമെൻറ്റ്. സോ ഇവിടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ പ്ലസ് എൽ 2l ആണ്. സോ ക്യൂ ഇൻറ്റു 2l എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ പി എന്ന് ഉള്ള അക്ഷരം കൊണ്ട് പറയും. അപ്പോൾ ഇവിടെ ഉള്ള 2ql-നെ എനിക്ക് പി എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 എന്ന് എഴുതാം.
ഈ ഇക്വിറ്റോറിയൽ ഫീൽഡ് സൈഡിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും K ഇൻറ്റു P ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3 ആണ് ഇവിടെ ഹോൾ ക്യൂബ്ഡ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. പലപ്പോഴും നമ്മുടെ ഈ ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും, വിൽ ബി വെരി സ്മോൾ. ആൻഡ് ഈ ഇക്വിറ്റോറിയൽ പോയിന്റിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലിയ ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ നല്ല ദൂരെയായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഒരു ഡൈപോളാണ്. സോ വാട്ടർ മോളിക്യൂളിൻ്റെ അകത്ത് ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 2L. വളരെ കുഞ്ഞ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്സിജനും ഹൈഡ്രജനും ആറ്റംസ് എല്ലാം വളരെ അടുത്തായിരിക്കും ഇരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ദൂരെ ആയിരിക്കും എടുക്കുന്നത്. ഒരു മോളിക്കൂൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നുണ്ടെങ്കിൽ മോളിക്കൂൾ വളരെ അടുത്ത്, മോളിക്കൂളിൻ്റെ അകത്തുള്ള ആറ്റംസ് വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഞാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പലപ്പോഴും നമ്മൾ റിയൽ ലൈഫ് കേസസിൽ R എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ L. ഓക്കെ, ഈ ഡിസ്റ്റൻസിനേക്കാൾ എത്രയോ വലുതായിരിക്കും. നമ്മൾ ഈ പടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു എന്നുണ്ടെങ്കിലും ഈ ഡിസ്റ്റൻസിനേക്കാൾ എത്രയോ വലുതായിരിക്കും ആ ഡൈപോൾ ആ പോയിന്റ് എടുക്കുന്ന ഇക്വിറ്റോറിയൽ പോയിന്റ് എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ Lനെ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെയായി മാറും? ഓക്കെ, KP ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L സ്ക്വയർ. L 0 ആയി, സോ റൂട്ട് ഓഫ് R സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് R സ്ക്വയർ ദ ഹോൾ ക്യൂബ്ഡ് ആണ്. റൂട്ട് ഓഫ് R സ്ക്വയർ ദ ഹോൾ ക്യൂബ്ഡ് ആണ്. റൂട്ട് ഓഫ് R സ്ക്വയർ എന്ന് പറയുന്നത് R തന്നെയാണ്. സോ R ക്യൂബ്. സോ KP ഡിവൈഡഡ് ബൈ R ക്യൂബ്ഡ് എന്നായി നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ആണ്. സോ ദിസ് ഇസ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വിറ്റോറിയൽ പോയിന്റ് ഓഫ് ദി ഡൈപോൾ. സോ നൗ വി ആർ ഗോയിങ് ടു സീ ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ശ്രദ്ധിക്കാം, ഒരു ഡൈപോൾ ഉണ്ട്. വീണ്ടും ഡൈപോൾ എന്ന് പറയുന്നത് അഗൈൻ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അറ്റ് എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഇവിടെ ഒരു നെഗറ്റീവ് ക്യൂ, ഇവിടെ ഒരു പ്ലസ് ക്യൂ. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആണ്. ഓക്കെ, ആ ഡൈപോൾ ഇരിക്കുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. എപ്പോഴും ഓർക്കുക, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാരലൽ ആയിരിക്കും. എപ്പോഴെല്ലാമാണോ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ആവുന്നത് അവിടെ ഉണ്ടാവുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. നമുക്ക് നേരെ തിരിച്ചും പറയാം, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരച്ച് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് എനിക്ക് പാരലലായി വരച്ചാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ പാരലലായി വരച്ചേക്കുന്നത്. ഓക്കെ, ഈ ബ്ലൂ ലൈൻസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ അതിൻ്റെ പ്രതീകമാണ്. ഓക്കെ, സോ ഇങ്ങോട്ടൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പോകുന്നു, അതിൻ്റെ അകത്ത് ഞാനൊരു ഡൈപോളിനെ എടുത്തു വെച്ചു. എപ്പോഴും ഓർക്കുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമ്മൾ വരച്ച് കാണിക്കുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങോട്ട് പോകുന്നു. സോ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തുടങ്ങുന്നത് ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നായിരിക്കും, അത് തീരുന്നതും ഒരു നെഗറ്റീവ് ചാർജിൽ നിന്നായിരിക്കും. ഓക്കെ, എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ചാർജിലായിരിക്കും. സോ ഇങ്ങനെ ഒരു ഫീൽഡ് ഞാൻ വരച്ച് കഴിഞ്ഞാൽ, ഫീൽഡ് ലൈൻസ് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് എഫക്റ്റീവായി എനിക്ക് എന്ത് കരുതാം? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതായി എനിക്ക് അസ്യൂം ചെയ്യാം. എഫക്റ്റീവ്ലി അങ്ങനെ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, ഒരു നെഗറ്റീവ് ക്യൂ ഉണ്ട്, ഒരു പ്ലസ് ക്യൂ ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് പോസിറ്റീവ് ചാർജാണ്, അപ്പോൾ നെഗറ്റീവ് ചാർജിനെ അവൻ പിടിച്ച് വലിക്കും. ശരിയാണോ? സോ ഇലക്ട്രിക് ഫീൽഡിൽ ഈ നെഗറ്റീവ് ചാർജിന് അങ്ങോട്ട് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും, ഇങ്ങോട്ട് പോകാൻ. ഓക്കെ, സെയിം വേ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇപ്പുറത്തൊരു നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. സോ അവന് അങ്ങോട്ട് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഇനി ആ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് KQ ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. ഇവിടെ എഴുതുക. ഓക്കെ, ഇ എന്ന് പറയുന്നത് K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. ഇത് Q1 ആയി എടുക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ K ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ R സ്ക്വയർ, ഇത്രയും സാധനങ്ങൾ, ഇതിനെ എനിക്ക് ഇ ആയിട്ട് എഴുതാം. അപ്പോൾ എഫിനെ എനിക്ക് എങ്ങനെ എഴുതാം? Q2 ഇൻറ്റു ഇ അല്ലെങ്കിൽ Q ഇൻറ്റു ഇ. അവിടെ ഉള്ള ചാർജ് ഇൻറ്റു അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നെയായിരിക്കും അവിടുത്തെ ഫോഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്നുണ്ടെങ്കിൽ
ഇവിടെ ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഇ തന്നെയായിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇ, ഇവിടെ ഉണ്ടാകുന്ന ചാർജ് ക്യൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ നെറ്റ് ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. സെയിം വേ ഇവിടെ നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ, ഇവിടെ ഉള്ള ഫീൽഡ് ഇ, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. നമുക്ക് സൈൻ പ്രധാനമല്ല, അപ്പോൾ അവിടെയും ക്യൂ ഇൻറ്റു ഇ എന്ന് തന്നെ എഴുതിയാലും മതി. സോ ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഇ. ഓക്കെ, അത് രണ്ടും കിട്ടി. ഇനി അപ്പോൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ക്യൂ ഇ, ഈ ക്യൂവിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന്, ക്യൂ ചാർജിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ്, അത് ക്യൂ ഇ. സെയിം വേ നെഗറ്റീവ് ചാർജിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതും ക്യൂ ഇ തന്നെയാണ്, അത് ഇങ്ങോട്ടാണ്. സോ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റിന് അങ്ങോട്ട് ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങോട്ട് 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊന്നും സംഭവിക്കത്തില്ല. കാരണം എന്തുവാ, ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് ആകുമ്പോൾ നെറ്റ് ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ചെയ്യും. നെറ്റ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോഴ്സസ് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ഡൈപോളിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 ന്യൂട്ടൺ ആയിരിക്കും. ബിക്കോസ് ദീസ് ഫോഴ്സസ് ആർ ഈക്വൽ ആറ്റ് ഓപ്പോസിറ്റ്. വൺസ് അഗെയിൻ ഞാൻ അഗെയിൻ പറയാൻ വിട്ടുപോയി, ഈ ഡെറിവേഷൻ അഗെയിൻ തുടങ്ങുമ്പോൾ. സോ വാട്ട് ഈസ് എ ടോർക്ക് or derive an expression for torque in a uniform electric field എന്നാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പടം വരയ്ക്കുക, പടം വരച്ചിട്ട് എഴുതുക. സി ഇമാജിൻ എ ഡൈപോൾ with charges minus q and plus q in a uniform electric field of E, which is represented in the straight lines. The distance of the dipole is 2l and അവ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്നുള്ളതെല്ലാം എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രയും എഴുതിയിട്ട് മാത്രമേ ഈ ഫോഴ്സിലോട്ടുള്ള എക്സ്പ്രഷനിലോട്ടെല്ലാം വരാൻ പാടുള്ളൂ. ഓക്കെ, സോ നമ്മൾ നെറ്റ് ഫോഴ്സ് പറഞ്ഞു, നെറ്റ് ഫോഴ്സ് 0 ആയി. പക്ഷെ നെറ്റ് ഫോഴ്സ് 0 ആയാലും ഈ ഡൈപോൾ ഇരിക്കുന്ന ഒരു ആംഗിളിലാണ്. അപ്പോൾ ആ ആംഗിളിൽ അതിരിക്കുന്നതുകൊണ്ട് ഈ നെറ്റ് ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും. ടോർക്ക് എന്ന് ഞാൻ പറയാൻ കാരണം ശ്രദ്ധിക്കാം, ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇരിക്കുവാണ്. ഓക്കെ, ഈ അറ്റത്ത് ഞാൻ ഇതിനെ അങ്ങോട്ട് പിടിച്ച് വരച്ചു, ഈ അറ്റത്ത് ഇതിനെ ഇങ്ങോട്ട് പിടിച്ച് വരച്ചു. അപ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ കറങ്ങും. ശരിയാണോ? വെറുതെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും പിടിച്ച് വരച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. നെറ്റ് ഫോഴ്സ് 0 ആവുന്നുള്ള കേസ് ഞാൻ പറഞ്ഞു. അത് ഒരേ ലൈൻ ഓഫ് ആക്ഷൻ, ഫോഴ്സിന് ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആവുകയാണെങ്കിൽ മാത്രമേ നെറ്റ് ഫോഴ്സ് 0 ആകത്തുള്ളൂ. ഇതാണ് ഒരു ഒബ്ജക്റ്റ്, ഒരു ഡംബൽ എന്ന് വെക്കുക. ഓക്കെ, ഇതിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചെങ്കിൽ ആ സെയിം ലൈനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് 0 ആവും. പക്ഷേ ആ ഡംബൽ ഇങ്ങനെ ഇരിക്കുവാണെന്ന് വെച്ചോളൂ, ചരിഞ്ഞിരിക്കുകയാണ്, ഒരു തീറ്റ ആംഗിളിൽ ഇരിക്കുകയാണ്. ഈ കേസിൽ തീറ്റ ആംഗിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുവാണെന്നുണ്ടെങ്കിൽ അവ നെറ്റ് ഫോഴ്സായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുമെന്നുണ്ടെങ്കിലും ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഇത് കറങ്ങും. ആ കറങ്ങുന്നതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കറങ്ങുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈവൻ ദോ നെറ്റ് ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കറങ്ങാനുള്ള ഒരു ടെൻഡൻസി അത് കാണിക്കും. അതുകൊണ്ട് അവിടെ ഒരു നെറ്റ് ടോർക്ക് ഉണ്ടാവും. സോ ആ ടോർക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക, ടോർക്ക് എന്ന് പറയുന്നത്, ഈ ടോർക്കിനെ കുറിച്ച് അറിയാത്തത് അഗൈൻ +1 സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുക. സോ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു അവ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഫോഴ്സ് ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇവ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ഇവിടെ വരച്ചേക്കുന്ന ഡിസ്റ്റൻസ് ആണ്. വൺസ് അഗെയിൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, 2l ആണ് ഈ സൈഡ്. ഓക്കെ, 2l ഈ സൈഡ്, തീറ്റ ആംഗിൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേർട്ടിക്കൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വേർട്ടിക്കൽ എന്ന് പറയുന്നത് 2l ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. ഓക്കെ, ഇതിൻ്റെ വേർട്ടിക്കൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വേർട്ടിക്കൽ കണ്ടുപിടിക്കാൻ എ ഇൻറ്റു സൈൻ തീറ്റ ചെയ്തു. അതേപോലെ ഇതിൻ്റെ വേർട്ടിക്കൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 2l ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മതി. ഓക്കെ, ഫോഴ്സ് നമുക്കറിയാം QE ആണ്. സോ QE എഴുതി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചു, 2l സൈൻ തീറ്റ. സോ QE ഇൻറ്റു 2l സൈൻ തീറ്റ. വൺസ് അഗെയിൻ Q ഇൻറ്റു 2l നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരു ഡൈപോൾ ഉണ്ടെങ്കിൽ ആ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഇവിടെ P എന്ന് പറയുന്നതാണ് അവിടെ ഉള്ള ഡൈപോൾ മൊമെന്റ്. ഇവിടെ ഉണ്ടാകുന്ന ചാർജസ് Q ഇൻറ്റു ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2l ആണ്. സോ അവിടെ ഉണ്ടാകുന്ന Q ഇൻറ്റു 2l എനിക്ക് P ആയിട്ട് എഴുതാം. ഓക്കെ, സോ Q ഇൻറ്റു 2l പകരം ഞാൻ P എഴുതി. സോ P ഇൻറ്റു E ഇൻറ്റു സൈൻ തീറ്റ. ഇനി
പി ഇ സൈൻ തീറ്റ. ഈ ടോർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അഗൈൻ ടോർക്കിനെ കുറിച്ച് അറിഞ്ഞിടാത്തവർ സർക്കുലർ മോഷൻ നോക്കിയിട്ട് വരിക. ഓക്കെ, സോ ഈ ടോർക്ക് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ പി ഇ സൈൻ തീറ്റ എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പി ക്രോസ് ഇ എന്ന് എഴുതാം. കാരണം രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയി കിട്ടത്തുള്ളൂ. ഓക്കെ, സോ പി ഇ സൈൻ തീറ്റ എന്നുള്ളതിന് നമുക്ക് പി ക്രോസ് ഇ എന്ന് എഴുതാം. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് അഗൈൻ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വന്നു കഴിഞ്ഞാൽ ആ ഡൈപോളിൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്. വൺസ് അഗൈൻ ക്വിക്ക്ലി ഞാൻ പറയുവാണ്. ഒരു ഡൈപോൾ വന്നു, അതൊരു തീറ്റ ആംഗിളിൽ നിൽക്കുവാണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ നെഗറ്റീവ് ചാർജിന് അങ്ങോട്ട് പോകാനായിരിക്കും താല്പര്യം. കാരണം ഫീൽഡ് അങ്ങോട്ട് പോകണമെങ്കിൽ ലെറ്റ്സ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഫീൽഡ് പോകുന്നത്. സോ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് പോകുമ്പോൾ പോസിറ്റീവ് ഇപ്പുറത്തിരിക്കുമ്പോൾ അവൻ നെഗറ്റീവിനെ അങ്ങോട്ട് പിടിച്ച് വലിക്കും. സോ അവന് ഇങ്ങോട്ട് പോകണം. അതേപോലെ പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ട് പിടിച്ച് പുഷ് ചെയ്യും. സോ അവന് അങ്ങോട്ട് പോകണം. സോ രണ്ട് സൈഡിലും ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വരുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആവും, പക്ഷേ ഇത് കറങ്ങാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ടാണ് അവരുടെ ടോർക്ക് ഉണ്ടാകും. സോ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ടോർക്കിന്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത് പി ക്രോസ് ഇ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ആ സംശയങ്ങൾ ചോദിക്കും.